കുരുമുളക് പാട്ടി കൊടുക്കും ഇന്ന് എനിക്ക് ഉപ്പച്ചി വേണോ കേട്ടോ അത് മുടി വെട്ടി കൊടുക്കാതെ കുഞ്ഞിൻ്റെ എനിക്ക് 2 മത്തി വെച്ചോ. അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. എന്താണെന്നല്ലേ, അത് തന്നെ നമ്മുടെ മത്തി എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് കാണാം. ഇതിപ്പം തീരെ ചെറുതോ ഒരുപാട് വലിയതോ ആയിട്ടുള്ള മത്തിയല്ല, നമ്മൾ എണ്ണറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള മത്തി. അപ്പം മത്തി ക്ലീൻ ചെയ്തെടുക്കാൻ അധിക പേർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. കാരണം അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തൂളി ഉണ്ടാവും. തൂളി തന്നെയല്ലേ എല്ലാവരും പറയുക. പിന്നെ ചെതുമ്പൽ അങ്ങനെയും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാടുള്ളൊരു മീനാണ് മത്തി. അതുകൊണ്ട് തന്നെ അധിക പേർക്കും ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ ഒരു മത്തി ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. സംഭവം സിമ്പിളാണ്. ആ ഒരു തൂളി പോക്കുന്ന ആ ഒരു ടൈം മാത്രമേ വേണ്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീനാണ് മത്തി. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ ആദ്യം നമ്മൾ അതിൻ്റെ തൂളി നല്ലോണം ഒന്നങ്ങ് കളഞ്ഞെടുക്കുക. കത്തി വെച്ചിട്ട് 2 സൈഡിലും ജസ്റ്റ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്നില്ലേ, അതുപോലെ ഒന്നങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ തലയും ആ ഒരു വാലും പിന്നെ സൈഡിലുള്ള ഒരു ചെറിയൊരു ചിറക് പോലത്തെ ഒരു സാധനമുണ്ട്, അതും നമുക്ക് ഈ ഒരു കത്രിക വെച്ചിട്ട് ഒന്നങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു എണറ് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തുള്ള അഴുക്കൊക്കെ ഒന്നങ്ങ് നീക്കി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു മത്തി ക്ലീൻ ആയി കിട്ടും കേട്ടോ. പിന്നെ എണറുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു എണറ് മാറ്റിയിട്ട് നമുക്ക് നല്ലോണം എണറ് സെപ്പറേറ്റ് കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വലിയ മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിലായിരിക്കും എണറ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു മത്തി എന്ന് പറയുന്ന സമയത്ത് ഇതിൽ അത്യാവശ്യം നല്ലോണം തന്നെ തൂളി ആ ഒരു ചെതുമ്പലുണ്ടല്ലോ അതുണ്ടാവും. അപ്പോൾ അത് ഫ്രഷ് മത്തിയാണെന്നുണ്ടെങ്കിലും ഫ്രഷ് അല്ലാത്ത മത്തിയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഇതുമലുള്ള തൂളി മുഴുവനായിട്ടും ഇങ്ങനെ കത്തി വെച്ചിട്ട് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫ്രഷ് മത്തിയുടെ തൂളിയാണെന്നുണ്ടെങ്കിൽ അത് നല്ലോണം പറ്റി പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതുമല്ല നമ്മൾ എത്ര ഒരു കത്തി കൊണ്ട് ചുരണ്ടി എടുത്താലും കുറച്ചൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഫ്രഷ് അല്ലാത്ത മത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ആ ഒരു കത്തി വെച്ചിട്ട് അത് തൂളി ചുരണ്ടി എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ മേലുള്ള സ്കിന്നൊക്കെ പെട്ടെന്ന് അങ്ങ് റിമൂവ് ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ള തൂളി കൂടി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മത്തി കട്ട് ചെയ്ത് മാറ്റി വെക്കുമല്ലോ. പിന്നെ വലിയ മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധിക പേരും ഇതിൻ്റെ തലയും എടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പൊതുവേ ഒറ്റ മീനിൻ്റെയും തല എടുക്കാറില്ല. വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ തല എടുക്കുക എന്നല്ലാതെ കറി വെക്കാനൊന്നും ഞാൻ ഇതിൻ്റെ തലയൊന്നും എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് നമ്മളൊരു സെപ്പറേറ്റ് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്താൽ നമുക്കതിൽ കളയാൻ പറ്റാത്ത ബാക്കിയുള്ള തൂളി കൂടി ഈസി ആയിട്ട് ഈ ഒരു ഉപ്പ് ചേർക്കുന്ന സമയത്ത് റിമൂവ് ആയിക്കോളൂ കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. കല്ലുപ്പ് ചേർക്കുമ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ പെട്ടെന്ന് ആ ഒരു തൂളിയൊക്കെ കളയാൻ പറ്റുക. എന്നിട്ടൊരു 3-4 പ്രാവശ്യം നല്ലോണം കഴുകിയെടുത്താൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മത്തി റെഡിയാക്കി കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. മീൻ മുളകിട്ടതോ തേങ്ങ അരച്ച് വെച്ചിട്ടോ വറ്റിച്ചെടുത്തിട്ടോ ഫ്രൈ ചെയ്യാനോ. പിന്നെ ഞാനിതിപ്പം നമ്മളെ പച്ചക്കുരുമുളക് അരച്ചിട്ടുള്ള മത്തി വറ്റിച്ച് ആ ഒരു റെസിപ്പി ഉണ്ടായിരുന്നില്ലേ, ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഈ ഒരു മത്തിയുടെ വീഡിയോ. അപ്പോൾ അങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും ഞാൻ എന്നും പറയുന്നത് പോലെ കുക്കിങ്ങൊക്കെ പഠിച്ച് വരുന്ന ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടൊക്കെ ഈ ഒരു ഫിഷൊക്കെ കട്ട് ചെയ്യാനൊന്നും അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പം മത്തി കട്ട് ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് മത്തി വാങ്ങാതിരിക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ ആരെങ്കിലും ഫിഷൊക്കെ കട്ട് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു വീഡിയോ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമലൈക്കും. സൂപ്പർ.